ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സലാത്തു വസ്സലാമു അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്തും സലാമും അലാ റസൂലില്ലാഹി അള്ളാഹിൻ്റെ റസൂലും ഉണ്ടാകുമാറാവട്ടെ. നേരെ വാക്കർത്ഥം സ്വലാത്തും സലാമും റസൂലുള്ളാഹിൻ്റെ മേലാണ് എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ മാന വെക്കണത്. വൽ മാന ഈ ഇസ്മിയ ജുംലൻ്റെ മാന എന്താണ്? വഅത്ലുബു മിനല്ലാഹി അള്ളാഹുവിൽ നിന്ന് ഞാൻ തേടുന്നു അൻ യുസല്ലിയ വ യുസല്ലിമ അലാ റസൂലിഹി അവൻ്റെ റസൂലിൻ്റെ മേൽ സ്വലാത്തും സലാമും അവൻ വർഷിപ്പിക്കല്ല ഞാൻ തേടുന്നു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഇപ്പോൾ അതിൻ്റെ മാന. അപ്പം ഞാൻ പടച്ചോനെ ഇനി സ്വലാത്തും സലാം വർഷിപ്പിക്കാൻ കേട്ടോ എന്ന് ഞാൻ എന്നോട് തേടുകയാണ് എന്ന് അതിൻ്റെ മാന. നേരെ വാക്കർത്ഥം വെക്കുകയാണെങ്കിൽ സ്വലാത്ത് റസൂലുള്ളാഹിന്റെ മേലാവുന്നു എന്നൊക്കെയാണ്. അപ്പോൾ സ്വലാത്തു ഇനി നമുക്ക് ഓരോ സ്വലാത്തും സലാമും അർത്ഥം വെച്ച് നോക്കാം. ഈ സ്വലാത്ത് എന്നാൽ ലോകത്തൻ ഭാഷയിൽ അദ്വാ ബി ഖൈർ, ഖൈറുകൊണ്ട് ദുആ ചെയ്യാന്ന അർത്ഥം. ഫൈദാ ഉളീഫത്ത് ഇലല്ലാഹി അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ കാന മാനഹ അപ്പം സ്വലാത്തിൻ്റെ മാനയാകും ഇത്മാമൻ നിഅമതീൻ അനുഗ്രഹം വണ്ണമാക്കൽ എന്നാകും. ഇളമൽ മഖ്ദരി അല്ലെങ്കിൽ ഈ ഇളമൽ ഖദ്രി എന്നുണ്ട് ചില കോപ്പിയിൽ. അപ്പോൾ സ്ഥാനം വണ്ണമാക്കൽ എന്നൊക്കെ ആകുന്ന അർത്ഥം. അപ്പോൾ അള്ളാഹു സ്വലാത്ത് ചൊല്ലി ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബി അറിയുണ്ടല്ലോ. ആ സ്വലാത്ത് അള്ളാഹു സ്വലാത്ത് ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ സ്വലാത്തിൽ പോലെ ഇല്ല എന്നല്ല. അള്ളാഹു സ്ഥാനം പിന്നെ കതിർ വണ്ണമാക്കുക എന്നും അനുഗ്രഹം പൂർണ്ണമാക്കുക എന്നൊക്കെ അർത്ഥം. അങ്ങനെ ആയതുകൊണ്ട് വലിഹാദ ഇക്കാര്യത്തിന് വേണ്ടി ഹുസ്സത്ത് ബിഹൽ അംബിയ സ്വലാത്ത് കൊണ്ട് അംബിയാവിനെ ഹാസാക്കപ്പെട്ടു മലായികത്തു മലക്കിനെയും എന്ന്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം മീകായിൽ അലൈഹിസ്സലാം പോലുള്ളത് ആദരിക്കുന്ന മലായികത്തിനും അതുപോലെ തന്നെ 1.25 ലക്ഷം വരുന്ന അംബിയാവുണ്ടല്ലോ അവരുടെ മേലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? സ്വലാത്ത് എല്ലാം പറ്റും. സല്ലല്ലാഹു അലാ ഇബ്രാഹിം എന്ത് ചെയ്യാൻ പറ്റും? സ്വലാത്ത് എല്ലാം പറ്റും. ഏതെങ്കിലും കാക്കാക്ക് നമുക്ക് സലാം പറയാൻ പറ്റും, സ്വലാത്ത് എല്ലാം പറ്റില്ല. ഫലാത്തു തുലബൂലി വൈരിഹിം ആയതുകൊണ്ട് സ്വലാത്ത് ആർക്ക് തേടപ്പെടരുത്? അമ്പിയാക്കളും പിന്നെ മലായികത്തും അല്ലാത്തവർക്ക് തേടപ്പെടാൻ പാടില്ല. ഇല്ലാത്തബ്അൻ മറ്റവർക്ക് തേടിയതിനെ പിന്നിൽ വെച്ചുകൊണ്ടല്ലാതെ. ഇപ്പോൾ സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ വലാ ആലിഹി അപ്പോൾ പറ്റും, വസഹബിഹി അങ്ങനെ പറ്റും, വത്താബിഹിം ഇലാ യൗമിദ്ദീൻ ഇങ്ങനെയൊക്കെ പറ്റും. അപ്പോൾ നമ്മളൊക്കെ മുഴുങ്ങൂലേ? അപ്പം ആദ്യ അമ്പിയാവിനെയും മലായികത്തിൻ്റെയും മേൽ ചൊല്ലിയതിനോട് തുടർന്നുകൊണ്ട് വേണമെങ്കിൽ അല്ലാത്തവർക്ക് പറ്റും എന്നല്ലാതെ ഇബ്തിദാ നൽകാർക്കെല്ലാം പറ്റൂല. അമ്പിയാവും അതുപോലെ തന്നെ മലായികത്തും അല്ലാത്തവർക്ക് എല്ലാം പറ്റൂല. പിന്നെ ഈ വിഷയം മാറി. ഈ സലാം എന്ന് പറഞ്ഞാൽ അത്തഹിയ്യത്തു, തഹിയ്യത്ത് എന്നർത്ഥം കാഴ്ച വെക്കുക എന്നൊക്കെ അർത്ഥം. പിന്നെ ആദിഹി ഇത് പറഞ്ഞാൽ എവിടുക്ക ചൂണ്ടുന്നത്? ഒരു മുഷാറിലേഹി വേണ്ടേ? ഒരു മഹസൂസിലേക്ക് പഞ്ചേന്ദ്രനും കൂടെ എത്തിക്കപ്പെടുന്നതിലേക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഒരു പാട്ട് കേട്ടാൽ ആ പാട്ട് കേൾക്കാൻ പറ്റും, ചെവിയോട് കേട്ടിരിക്കുകയാണ്. കണ്ണുകൊണ്ട് സാധനം കണ്ടാൽ ആ കാണുന്ന വസ്തു ഇഷാർത്താക്കി എന്ത് വേണം? മഹസൂസാവേണ്ടേ? ഇപ്പം ഇയാൾ ഇഷാർത്താക്കണത് കൽബിക്ക്. അതിന് മുമ്പ് പറഞ്ഞ അയ്യൽ മുഅല്ലഫത്തുൽ ഹാദിറത്ത് ഫി ദിഹിനീൻ അയ്യൽ അഖ്ലി ബുദ്ധിയിൽ ഹാജരായി നിൽക്കുന്ന ഈ ക്രോഡീകരിക്കപ്പെട്ട സാധനമാണ്. അപ്പോൾ മൂപ്പരെ കൽബിൽ മൂപ്പരിങ്ങനെ എഴുതാൻ വിചാരിച്ച കുറച്ച് വിഷയങ്ങൾ മൂപ്പരെ കൽബിൽ ഇങ്ങനെ മൊത്തക്ക് കൂട്ടിച്ചിരുന്നു. അപ്പോൾ മൂപ്പര് ചൂണ്ടുന്നത് എവിടേക്കാണ്? മൂപ്പരെ ബുദ്ധി ആക്കലിൽ നിലനിൽക്കുന്ന വസ്തുവിലേക്കാണ് എന്ത് ചെയ്യണത്? ഇഷാർത്താക്കണത്. നസ്സലഹ തൻ്റെ കൽബിലുള്ള ഈ മുഅല്ലഫത്തിനെ മുസന്നിഫി ഇറക്കി മൻസിലത്തിൽ മഹ്സൂസി പഞ്ചേന്ദ്രിയം കൊണ്ട് എത്തിക്കപ്പെടുന്നതിൻ്റെ സ്ഥാനത്ത് കണ്ട് ഇറക്കിയത്. അപ്പോൾ ഈ കാണുന്ന സാധനം കൂടെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? ഇതിൻ്റെ മാതിരി സങ്കല്പിച്ചു ഇതിനെ ആക്കിൽ നിൽക്കുന്ന സാധനത്തിനെ ബി ജാമിയ തഹക്കുക്കി ഉറപ്പ് എന്ന ജാമ്യൻ്റെ അടിസ്ഥാനത്തിൽ. കാക്കയിലും സെയ്ദിലും കറുപ്പുണ്ടായാൽ കറുപ്പ് എന്ന ജാമ്യൻ്റെ അടിസ്ഥാനത്തിൽ കാക്കനോട് ഇത് തുല്യപ്പെടുത്തും, സെയ്ദിനെ തുല്യപ്പെടുത്തും. ഒരു ജാമ്യമാണല്ലോ എന്നതുപോലെ ഈ ബുദ്ധിയിൽ നിൽക്കുന്ന സാധനം ഉണ്ടവിടെ മൂപ്പർക്ക് 100% ഉറപ്പാണ്. ഇവിടെ ഈ നോക്കിയ കാണുന്ന ഈ സാധനം അവിടെ നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് 100% എന്താണ്? ഉറപ്പാണ്. അപ്പോൾ ഉറപ്പ് എന്ന ജാമ്യൻ്റെ അടിസ്ഥാനത്തിൽ അക്കലിലുള്ളതിനെ ഈ മഹസൂസിനോട് എന്ത് ചെയ്ത് തുല്യപ്പെടുത്തി. എന്നിട്ടോ ഫാഷാറ അന്നേരം മൂപ്പര് ഇഷാറത്താക്കിയേക്കാണ് ഇലൈഹി ഈ മുഅല്ലഫത്തിൻ ഹാദിറത്തിലേക്ക് ബി ഖൗലിഹി ഹാദിഹി ആദിഹി എന്ന കൗലുകൊണ്ട് ഇഷാർത്താക്കിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല? ഇഷാർത്താക്കാൻ പറ്റൂല. കാരണം ഇഷാർത്താക്കാൻ പറ്റുള്ളൂ മഹസൂസിലേക്ക് പറ്റുള്ളൂ, മാക്കൂലിലേക്ക് പറ്റൂല. അവിടെ മാക്കൂൽ അതിൻ്റെ സ്ഥാനത്ത് ഇറക്കിയാണ്, മഹസൂസിൻ്റെ സ്ഥാനത്ത് ഇറക്കിയാണ്. ഏതിൻ്റെ ജാമ്യൻ്റെ അടിസ്ഥാനത്തിൽ? പിന്നെ തഹക്കുക്ക് എന്ന ജാമ്യൻ്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ റിസാലത്തുൻ ലത്തീഫത്തും എന്ന് പറഞ്ഞാൽ സഗീറത്തുൻ ജിദ്ദൻ എന്ന അർത്ഥം. ഈ ലത്തീഫത്ത് പറഞ്ഞതിൻ്റെ അർത്ഥം വളരെ ചെറിയ കുറിപ്പ്. ഇത് മാത്രം എഴുതി വയ്ക്കുക, 2 പേജൊക്കെ ഉണ്ടാവുള്ളൂ ആകെ.
ഫി ബയാനിൽ മജാസി മുത്തലക്കൻ, എല്ലാവിധ മജാസിനെയും വിവരിക്കുന്നതിൽ. മുത്തലക്കൻ എന്ന് പറഞ്ഞാൽ മജാസ് ബിൽ ഇസ്നാദ്, മജാസ് മുഫറദ്, മജാസ് മുറക്കബ്, 3 മജാസ്. പിന്നെ ഒഫി ബയാനി തഷ്ബീഹി, തഷ്ബീഹിന് വിവരിക്കുന്നതിലും, ഒഫി ബയാനി കിനായത്തി, കിനായത്തിന് വിവരിക്കുന്നതിലും, ഈ 3 വിവരിക്കുന്നതിലുള്ളതായ ഒരു ഇസാരത്തുൽ ലത്തീഫത്താണ്. എങ്ങനെ ഉപരി വിവരിക്കുന്നത്? അല സബീലിൽ ഇഖ്തിസാരി വൽ ഇഖ്തിസാർ. ഇഖ്തിസാര സബീൽ പറഞ്ഞാൽ അല തരീഖിൽ അല തരീഖിൽ ഇഖ്തിസാരി, സബീലിൻ്റെ മാന ത്വരീഖ് എന്നാണ് അതിനെ ഉപര ശറൈരിയെ. ഈ ഇഖ്തിസാറിൻ്റെ മാന ഒഹുവ തഖ്ലീലുൽ ലഫ്ളി മാ കസറത്തിൽ മാന, ആശയം പെരുക്കുന്നതോടുകൂടി ഉച്ചരിക്കപ്പെടുന്ന ലഫ്ലുകൾ കുറയ്ക്കുക എന്നർത്ഥം. അപ്പോൾ വേർഡ്സുകൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, പക്ഷെ ആശയം വിപുലമായിരിക്കുമെന്ന്. അതാണ് എന്ത് പറഞ്ഞാൽ ഇഖ്തിസാർ പറഞ്ഞാൽ. വാനസബിൽ ഇഖ്തിസാർ, ഇഖ്തിസാർ എന്ന് പറഞ്ഞാൽ അല വാദിൽ അഖ്സാം, ചില കിസ്മുകളുടെ മേൽ ചുരുക്കുക എന്ന് പറഞ്ഞാൽ ചില വിഷയം വേണ്ട നിൽക്കും, പ്രധാനപ്പെട്ട വിഷയം മാത്രമേ എന്ത് ചെയ്യുള്ളൂ പറയുള്ളൂ. അപ്പോൾ ചില വിഷയം തീരെ മുണ്ടൂല, മുണ്ടുന്ന വിഷയം തന്നെ എങ്ങനെ ഉണ്ട് ആ ലഫ്ല് ചുരുക്കി മാന വിശാലാക്കിയാണ് പറയാം. മനസ്സിലേ? വാല മദ്ഹബി അൽക്കൗം, ഈ വിഷയത്തിൻ്റെ അൽക്കൗമിന് മദ്ഹബിൻ്റെ മേൽ ചുരുക്കുകയും ചെയ്യും. മൂപ്പര് പ്രബലമാക്കുന്ന കുറച്ച് ഇമാമിങ്ങളുണ്ട്, അവരുടെ അഭിപ്രായത്തിന് മേലും അത് ചുരുക്കി പറയുള്ളൂ. എല്ലാവരും കൂടി കീല പറഞ്ഞാൽ എന്ത് ചെയ്യൂല, നീട്ടൂല. പിന്നെ എന്തിനാണ് ഇതിങ്ങനെ ചുരുക്കി കിതാബ് ഉണ്ടാക്കിയാറെങ്കിൽ തഖരീബല്ലിൽ മുബ്തദി, ഈ തുടങ്ങി പഠിക്കുന്ന കുട്ടിയെ ഈ രംഗത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടി ആദ്യം തന്നെയാണ് പരത്തി പറഞ്ഞുകൊണ്ടിട്ടുണ്ട്. ഈ കുട്ടിയെ തിളക്കുന്ന ഈ വിഷയം ഇതിനോട് മുന്നോട്ട് പോകാനാണ് എന്ത് ചെയ്യും, നിർത്തിയേക്കും. അപ്പോൾ അതില്ലാതെ ഓലം കണ്ട് ചാക്കിട്ട് പിടിച്ചാൽ വേണ്ടിങ്ങാണ്ട് എന്ത് ചെയ്ത് ഈ ചുരുക്കി ഉണ്ടാക്കി. പിന്നെ ജഅലഹ, അള്ളാഹു ഇതിനെ ആക്കട്ടെ, ജഅൽതുഹ, ഇതിനെ ഞാൻ ആക്കി, തുഹ്ഫത്തൻ ലിൽ ഇഖ്വാൻ, ഹദിയത്തൻ മുസ്തദറഫത്തൻ, പിന്നെ മൊഞ്ചാക്കപ്പെട്ട ഒരു ഹദിയാക്കി ഞാൻ ഇതിനെ. ആരിലേക്ക്? ലിൽ ഇഖ്വാൻ, എൻ്റെ സഹോദരങ്ങളിലേക്ക്. ഇഖ്വാൻ 2 മാനുണ്ട് കേട്ടോ. ജംഉ ആഹിൻ, ആഹിൻ്റെ ജമ്മാണ് എന്തായാലും ഇഖ്വാട്ടോ. ഇജ്മഉ ആഹുൻ അൽ അയ്ളൻ അല ഇഖ്വത്തിൻ, ഈ അഹിനെ യഹ്വത്ത് എന്ന് ജമ്മാക്കലുണ്ട്. ഖുർആനിൽ ഇന്നമൽ മുഅ്മിനൂന യഹ്വ എന്നല്ല പറഞ്ഞ്, ഹദീസിൽ ഒരുത്തോടിയിൽ വകൂനു ഇബാദല്ലാഹി യഹ്വാനാന്നും വന്ന്, ഖുർആനിൽ പ്രയോഗിച്ചത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ. അപ്പോൾ അഹിന് 2 ജമ്മുണ്ട്, യഹ്വാൻ എന്നും ഇഖ്വത്ത് എന്നും ജമ്മുണ്ട്. ഇനി 2 വെച്ച് നോക്കാം നമുക്ക്. ഇല്ല അന്നഹു, പക്ഷേ ഈ അഹ് ഷാ അൽ ഇഖ്വാ, നിശ്ചയമായിട്ട് കാര്യം നീക്കോട്ടെ, ഷെയ്ൻ്റെ മീറാക്ക. ഇല്ല അന്നഹു, എങ്കിലും കാര്യം, ഷാ അൽ ഇഖ്വാനു, ഇഖ്വാൻ എന്ന ജമ്മു വ്യാപകമായിരിക്കുന്നു. ഫി ജമ്മി അഹീം ബി മാന സാഹിബി, ചങ്ങാതി എന്നർത്ഥമുള്ള അഹിൻ്റെ ജമ്മിലാണ് ഇഖ്വാൻ എന്ന് പറയുന്നത്. അതേ സ്ഥലത്തിൽ വൽ യഹ്വത്തു, യഹ്വത്ത് എന്ന വാക്ക് ഫി ജമ്മി അഹിമീന നസബി, തറവാടിൻ്റെ ഭാഗത്ത് കൂടെ ഉള്ളതായ ജ്യേഷ്ഠാനുജന്മാർ എന്ന സഹോദരൻ ഉണ്ടല്ലോ, ആ മാനാക്കുള്ള അഹിൻ്റെ ജമ്മിൽ യഹ്വത്ത്. അതൊക്കെ ഇന്നമൽ മുഅ്മിനീന യഹ്വക്ക് നിങ്ങളുടെ ഏകോദര സഹോദരൻ അർത്ഥം വെക്കരുത്. ഒരു ഉദരത്തിൽ നിന്ന് വന്ന അങ്ങനെ അർത്ഥം വെക്കൽ. ഇന്നമൽ മുഅ്മിനൂന യഹ്വാ, നിശ്ചയമായിട്ട് മുഅ്മിനീങ്ങളെല്ലാവരും ഏകോദര സഹോദരങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. ഏക ഉദരം എന്ന് പറഞ്ഞാൽ ഒരു ഗർഭാശയത്തിൽ നിന്ന് വന്ന സഹോദരങ്ങളാണ്. അപ്പോൾ ആ അർത്ഥം വെക്കുന്നത് അതുകൊണ്ട് അങ്ങനെ. അപ്പോൾ അഹ് എന്നതിന് മാന വ്യത്യാസം വരുന്നതനുസരിച്ച് ജമ്മിലേ കാണുള്ളൂ, മുഫ്രദിൽ ഏത് വരിഞ്ഞ് കാണൂല, വ്യത്യാസം പറഞ്ഞ് കാണൂല. ളഅഫല്ലാഹു ലീ വലഹും ഉജൂറ വൽ ഇഹ്സാൻ, ളഅഫ എന്ന് പറഞ്ഞാൽ കസറ എന്നർത്ഥം, പെരുപ്പിക്കട്ടെ, അള്ളാഹു പെരുപ്പിക്കട്ടെ, ലീ വലഹും, എനിക്കും എൻ്റെ ഇഖ്വാനിക്കും, അൽ ഉജൂറ വൽ ഇഹ്സാൻ, അജ്റുകളും ഇഹ്സാനും എന്ത് ചെയ്യട്ടെ, വണ്ണമാക്കട്ടെ, പെരുപ്പിക്കട്ടെ. ജമ്മു അജ്രിൻ, അജ്ർ എന്നതിന് ജമ്മാണ് ഉജൂർ. ഈ അജ്ർ എന്ന് പറഞ്ഞാൽ ഓ മിഖ്ദാറും മിനൽ ജസായി, പ്രതിഫലത്തിൽ നിന്നുള്ള പ്രത്യേക ഒരു കണക്കാണ്. ഫി നദീരിൽ അമലി, അമലിൻ്റെ ഓപ്പോസിറ്റിൽ. 2 റക്അത്ത് നിസ്കരിച്ചാൽ ഇത്ര കൂലി, ഒരു നോമ്പ് നോറ്റാൽ ഇത്ര കൂലി, ഒരു ഹജ്ജ് ചെയ്താൽ ഇത്ര കൂലി, റമളാനിൽ ഉംറ ചെയ്താൽ ഇത്ര കൂലി. ഇങ്ങനെ ഒരു അമലിനുണ്ടല്ലോ ഒരു മുക്കാബിലി കൊടുക്കുന്ന, അതിന് എതിർപാട്ടിൽ കൊടുക്കുന്ന ഒരു ജസാ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രത്യേക കണക്കിനാണ് എന്ത് പറയൽ, അജിർ അറിയില്ല. നമ്മൾ സാധാരണ ഇപ്പോൾ പണിക്കുണ്ടാവും, വൈകുന്നേരം പോകണം, പണിയെടുത്തുകൊണ്ട് ഇത്ര കൂലി, 8 മണിക്കൂർ ജോലി ചെയ്താൽ ഇത്ര കൂലി അറിയില്ല നമ്മൾ. അതിനാണ് ഈ അജിർ പറഞ്ഞത്. വലിയ ഇഹ്സാൻ, ഇഹ്സാനെയും പെരുപ്പിക്കുമാറാവട്ടെ. അത്ഫു ആമിൻ അല ഹാസിൻ, ഇത് ആമിന ഹാസിൻ്റെ മേൽ അത്ഫിയലാണ്. ളഅഫല്ലാഹു ലീ വലഹുമുൽ ഉജൂറ വൽ ഇഹ്സാൻ എന്ന് പറഞ്ഞത് ഉജൂറിനെയും ഇഹ്സാനെയും, ഈ സ്വലാഹും ഇഹ്സാനൊക്കെ ഒന്നു തന്നെ കേട്ടോ. അപ്പോൾ ഈ ഇഹ്സാനെയും അള്ളാഹു എന്ത് ചെയ്യട്ടെ, അധികരിപ്പിക്കട്ടെ, പെരുപ്പിക്കട്ടെ എന്ന് പറഞ്ഞില്ലേ. ഈ ദുആഇനയിൽ പറ്റി പറയട്ടെ. ഒഫീഹി, ഇവിടെ
ഇഹ്സാൻ അത്ഫ് ചെയ്തതിലുണ്ട് എന്ന് അങ്ങനെ ഹി ദമീറായിക്ക് മടക്കാം. അല്ലെങ്കിൽ ഫീഹി എന്നാൽ അത്ഫു ആമിന്നൽ ഹാസിൻ എന്ന് പറഞ്ഞതിലുണ്ട് എന്ന് അങ്ങനെയും ആകാം. ഫീഹി രണ്ടിടത്തും മറക്കട്ടെ. എന്തുണ്ട്? ഇഷാറത്തുണ്ട്, ഒരു സൂചിപ്പിക്കലുണ്ട്. എന്തിലേക്ക്? അലാ നടത്തി ഇലൻ്റെ മാനാക്കാട്ട അല ഇല ആഷാറ ഇല എന്നല്ല പറയല്. എന്തിലേക്ക് ഇഷാറത്തുണ്ട്? ഇല അല അന്നല്ല അബുദ നിശ്ചയമായിട്ടും അള്ളാഹുവിൻ്റെ ഒരു അടിമയും ലായസ്തഹിക്കു അലല്ലാഹി അള്ളാഹുവിൻ്റെ മേലിൽ ബാധ്യതയായിക്കൊണ്ട് അവൻ അർഹമാക്കുന്നില്ല, ഷെയ്അൻ ഒരു ചുക്കും അർഹമാക്കുന്നില്ല, ഫി നദീരി അമലിഹീൻ താൻ ചെയ്ത അമലിൻ്റെ വിപരീതത്തിലായിട്ട്. അങ്ങനെ പഠിച്ചോനെ കൂലി കൊണ്ടാണ് ഞാൻ നിക്കരിച്ചിന് എന്ന് പറഞ്ഞുകാണ്ട് എനിക്ക് തരൽ കടമയാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളഹാനോട് ചോദിച്ചു വാങ്ങാൻ അടിമക്കൊന്നുമില്ല, അവകാശമില്ല എന്നതിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ. കാരണം ഇഹ്സാൻ എന്ന് പറഞ്ഞ അർത്ഥം വെറുതെ കൊടുക്കണതെന്നല്ലേ, വെറുതെ കൊടുക്കണതെന്നല്ലേ. പിന്നെ അല അന്നഹു അല അലാപത്തിൻ്റെ അല എന്നാ പറയാം. മാത്രവും അല എന്നർത്ഥಕ್ಕೆ അല ഉപയോഗിക്കില്ല, അതിന് അലാപത്തിൻ്റെ അല എന്നാ പറയാം. മാത്രവും അല എന്നർത്ഥമുള്ള അല. മാത്രവുമല്ല അന്നഹു നിശ്ചയമായിട്ടും അടിമ ലാ അമല ലഹു ഫിൽ ഹഖീഖത്തി ഹഖീഖത്തിൽ ഓൻ അമലനില്ലല്ലോ. ഓനെവിടെ അമല്? വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. മാ മസ്തിരിയാക്കുകയാണെങ്കിൽ എന്താ അർത്ഥം? മസ്തിരിയാക്കിയും രണ്ട് തഫ്സീറുണ്ട്. മാ മസ്തിരിയാണ് എന്നും അല്ല മൗസൂലാണ് എന്നും. മസ്തിരിയാക്കും അർത്ഥം വമാ അല്ലാഹു ഖലഖക്കും നിങ്ങളെയും അള്ള പടച്ചു, വമാ തഅമലൂൻ നിങ്ങളുടെ അമലിനെയും അള്ള പടച്ചു. അപ്പോൾ റബ്ബ് നമ്മളോട് ചെയ്യിപ്പിക്കുകയാണ്. ഒരാൾക്ക് ഉംറ അള്ള ചെയ്യിപ്പിക്കുകയാണ്, ഖുർആൻ ഓതിപ്പിക്കുകയാണ്. അപ്പോൾ ആരാണോ ഓനെ പണി പടക്കുന്നത്? ആരാണ്? ഓനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിറാഅത്തിനെ പടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഖിറാഅത്തും നിസ്കാരവും ഓത്തും തദ്രീസും ദർസും ഒക്കെ ആരെ ഹൽക്കാണ്? അള്ളാഹു ഒരു സൃഷ്ടിയാണ്. പിന്നെ വലൗ സുല്ലിമ ഈ സമ്മതിക്കപ്പെട്ടാൽ തന്നെ, ഞാൻ അടിമക്കല്ല ഓൻ അമലുണ്ട് സമ്മതിക്കപ്പെട്ടാൽ തന്നെ, ലം യൗദ് അലൈഹി അള്ളാഹിൻ്റെ മേലും അടങ്ങുന്നില്ല. മിൻഹു ഈ അടിമയിൽ നിന്ന് നഫ്ഫുൻ ഒരു ഉപകാരം അടങ്ങുന്നില്ലല്ലോ. നമ്മൾ കുറേ നേരം വെളുക്കോളം സുജൂദിലൊക്കെ കടന്ന് ആണ് അള്ളാഹ് കണ്ടത്ത് കിട്ടാനാണ് നമ്മൾ സുജൂദിൽ കടന്ന്. പക്ഷെ അൻ്റോടെ ഒരു പണിക്കാരൻ വന്നുകൊണ്ട് വൈകുന്നേരം പണിയെടുത്തുണ്ടെങ്കിൽ എനിക്ക് കാര്യമുണ്ടല്ലോ. എനിക്ക് എന്ന മാതിരി കാര്യം അള്ളാഹ്ക്കുണ്ടോ? ഇല്ലല്ലോ. കൂലി കൊടുക്കുക. താലല്ലോ അള്ളാഹു പരിശുദ്ധനായിരിക്കുന്നു എന്നതാലിക്ക അങ്ങനെ നഫ് അടങ്കലിനെ തൊട്ട് ഒലുവം ഗബീറോ വലിയതായ പരിശുദ്ധനാകൽ പരിശുദ്ധനായിരിക്കുന്നു. ഫൈഫ പിന്നെ എങ്ങനെയാണ് യസിഫുൽ കൗലു പറയിൽ സഹിയാകുക ബിജൂബി സലാഹി ഇഹ്സാൻ ചെയ്തൊരുക്കുക. ഇഹ്സാനു സലാം എന്ന് നേരത്തെ പറഞ്ഞില്ലേ, നന്മ ചെയ്തൊരുക്കുക അള്ളാഹ്ക്ക് നിർബന്ധം എങ്ങനെയാണ് പറയാം? മുഅ്തസിലാക്ക് അങ്ങനെ വാദം ഉണ്ടായതുകൊണ്ടാണ് ആ പറയുന്നത്. ഒറ്റൊരു വാദം ഉണ്ട് അങ്ങനെ, അള്ളാഹ്ക്ക് അടിമക്ക് നന്മ ചെയ്തൊരുക്കുക ഇഹ്സാൻ ചെയ്തൊരുക്കുക ആർക്ക് നിർബന്ധമാണ്? അള്ളാഹ്ക്ക് നിർബന്ധം എന്നൊരു വാദമുണ്ട്. പിന്നെ അല്ലദീ മിൻഹുൽ അജ്റു ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. നമ്മുടെ അത്ഫു ആമിനൽ ഹാസി എന്ന് അറിഞ്ഞില്ലേ? അപ്പോൾ അജ്റു അതിൽപ്പെട്ടതാണ്, ഇഹ്സാനിൽ പെട്ടതാണ്. അപ്പോൾ കൂലൊരുക്കുക അള്ളാഹ്ക്ക് കടമല്ല. ഏതിന്? ഇഹ്സാൻ അള്ളാഹ്ക്ക് നിർബന്ധമല്ലല്ലോ. അപ്പോൾ ഈ ഇഹ്സാൻ്റെ കൂട്ടത്തിൽപ്പെട്ട അജ്റുൽ എന്തില്ല? അള്ളാഹ് കൊടുക്കൽ നിർബന്ധമല്ല. അപ്പോൾ ഒരു അടിമ അമൽ ചെയ്താലും അള്ളാഹ്ക്ക് അമലെടുക്കൽ അതിന് കൂലി കൊടുക്കൽ എന്തില്ല? നിർബന്ധമില്ല. ആ കൂലി കൊടുക്കലും അള്ളാഹിൻ്റെ ഇഹ്സാനാണ്. മനസ്സിലായില്ലേ?